ഹലോ രേവതി ജനഗണമന പാടുണ്ടാ? രേവതി അതെ 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 പാടുണ്ടാ? പാടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പാടുന്നില്ല കേട്ടാ. അല്ല, ഞാൻ ലാസ്റ്റല്ലേ പാടുന്നേ. ഫസ്റ്റ് വേറെ വല്ല സോങ് ഉണ്ടെങ്കിൽ പാട്രിയോട്ടിക് സോങ് പാടിക്കോളൂ, അത് കുഴപ്പമില്ല. ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാന് ആണോ? ഇത് കണ്ടിട്ടാ ഞാൻ പറഞ്ഞ പെട്ടത്. അതിലെ പേര് ആരും കണ്ടില്ല, അപ്പൊ ഞാൻ ആണോ? പറഞ്ഞതാ. ഇല്ല, ഞാൻ മെസ്സേജിൽ ഇട്ടായിരുന്നു ജനഗണമന ആരും പാടാനില്ലെന്ന് പറഞ്ഞു. പാടുകയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വേറൊരു ദിവസം വേറെ എന്തെങ്കിലും എടുത്തോളാം. ഇത് ഫസ്റ്റ് ടൈം ആണോ? ഞാൻ ക്ലാസ്സിൽ അധികം കയറാറില്ല. ഞാൻ റെക്കോർഡ് ക്ലാസ്സിലാണ് കൂടുതൽ കയറുന്നത്. ഇന്നിപ്പോ ഞാൻ പൊക്കോണ്ടിരിക്കുന്ന ഇതിന് പോവണ്ട, അതുകൊണ്ട് കയറിയതാ. അപ്പൊ സാറില് പാടിക്കോ ഞാൻ ഇപ്പൊ രണ്ടു വർഷമായി പാടും. കുഴപ്പമില്ല, ഞാൻ പാടുന്നില്ലേ, പാടിക്കോട്ടാ. ഇല്ല, ഞാൻ നോർമലി ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ് ആണ് എടുക്കാറുള്ളത്, നോക്കാറുള്ളത്. റെഗുലർ ആയിട്ട് വരുന്ന ആളല്ല ഞാൻ ക്ലാസ്സിൽ. ചാൻസ് കളയണ്ട, കുഴപ്പമില്ല, പാടിക്കോട്ടാ. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ലിൻസി എന്നല്ലേ പേര്? ലിൻസി ചേരുന്നെങ്കിൽ കുഴപ്പമില്ല. ലിനി ലിനി. അല്ല, മൈക്ക് ഓൺ ചെയ്യുമ്പോഴേ രണ്ടുപേരാകുമ്പോ ഡിസ്റ്റർബൻസ് വരും. ഓക്കെ ഓക്കെ, നോക്കി നോക്കണ. എന്താണ്? രണ്ടുപേരും ഓൺ ചെയ്ത് നോക്കി നോക്കണ. രണ്ടുപേര് ഇപ്പൊ നമ്മൾ രണ്ടുപേരും ആണല്ലോ ഓൺ ചെയ്തിരിക്കുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ആരെങ്കിലും അല്ല. നമ്മൾ പാട്ട് പാടുമ്പോഴേ ഡിസ്റ്റർബൻസ് വരേ. ഓ അങ്ങനെ, ഓക്കെ. അല്ലെങ്കിൽ സാരില്ല, താൻ പാടിക്കോ. ഓക്കെ ഓക്കെ. വേറെ ഞാൻ അങ്ങനെയാണെങ്കിൽ വേറെ പാട്രിയോട്ടിക് വല്ല അല്ലെങ്കിൽ വേറൊരു ദിവസം ഞാൻ നോക്കിക്കോളാം. ഇന്ന് പാടുന്നില്ലാന്നാണോ? അതെ, ലിനി നോക്കിക്കോ, കുഴപ്പമില്ല. ഇല്ല, ഫസ്റ്റ് ചാൻസ് ഒരുങ്ങിയതല്ലേ, പാടിക്കോ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഓ ശരി. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിങ്ങനെ കേൾക്കായിരുന്നു എന്താ പരിപാടി. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങളുടെ പ്ലാനിങ്സ് ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ഇല്ല മാം, ഇല്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതാണ്. മാം ക്ലാസ് കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മളിപ്പം ഓക്കെ ആണ്, നമ്മൾ ആരാണെന്ന് ഡിസിഷൻ ചെയ്യുമായിരുന്നു. ഓക്കെ, നിങ്ങളുടെ പ്ലാൻസ് ലൈക്ക് പ്രെയർ എല്ലാം കഴിഞ്ഞു? ഓക്കെ മാം. പ്രെയർ കഴിഞ്ഞു? First, happy Independence Day to all. Myself, Meenamol PS. First prayer, ma'am. Vande Madaram, Vande Madaram, Sujalam Subalam, Malayaj Sheedalam, Sasyashyaamalam Madaram, Vande Madaram. Shubhrajyosna Pulakitayamini, Pullakusumita Drumadala Shobhini, Suhasini Sumadura Bhashini, Sugadam Varadam Madaram, Vande Madaram, Vande Madaram. Thank you, ma'am. Happy Independence Day, ma'am. Next, good morning, ma'am. Next thought of the day, ഞാനാണ് thought of the day and in Independence Day special quiz program കൂടി ഉണ്ട്. First of all, good afternoon, teacher and my dear friends. I wish you all an advanced happy Independence Day, all of you. May August 15th, we are celebrating our nation's Independence Day. In this occasion, I would like to say some words about this day. May this day bring unity, strength, and renewed purpose to us all. Let freedom be the legacy we pass on to the future generations.
Independence Day is not the end of the struggle. It's the beginning of responsibility. The beauty of our nation lies in its people. Let's uplift each other. നെക്സ്റ്റ് കുറച്ച് ഇൻഡിപെൻഡൻസ് ഡേ ക്വിസുകളാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സ്ഥലം മീററ്റിലെ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. 1857 ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഖുദിറാം ബോസ്, 18 വയസ്സ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ഓക്കെ, ആൻസർ ചോദിക്കാം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പറയൂ, അറിയാവുന്നവർ പറയാമോ? അല്ല അല്ല ഭഗത് സിംഗ്, അല്ല. ലാല ലജ്പത് റായ്. നെക്സ്റ്റ്, ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? മഹാത്മാഗാന്ധി. അല്ല, സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൺവർ സിംഗ് ആണോ? അല്ല, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി. ശരിയാണ്, ദാദാബായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ജവഹർലാൽ നെഹ്റു. വില്യം ബെനഡിക്ട്. ഗവർണർ ജനറൽ അത് നമ്മുടെ ഇന്ത്യക്കാരല്ല. രാജഗോപാലാചാരി. അല്ല, മൗണ്ട് ബാറ്റൻ പ്രഭു. അത് അവരുടെ തന്നെ ആളുകൾ തന്നെയായിരുന്നു ഗവർണറായിട്ട് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരെന്നറിയാമോ? രാജഗോപാലാചാരി. പിന്നീട് ഗവർണർ ഒന്നും ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? എല്ലാവർക്കും അറിയായിരിക്കും. ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? വൈക്കം സത്യാഗ്രഹമാണോ? ശരിയാണ്, ശരിയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റിപ്പൺ പ്രഭു ആണോ? ശരിയാണ്. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചു വന്നത്? ഇന്ത്യൻ സമാജം. ജനഗണമന എന്ന ദേശീയ ഗാനം ദേശാഭിമാനിയാണോ? അല്ല, ഒരു ബംഗാളി ന്യൂസ് പേപ്പറിലല്ലേ ഫസ്റ്റ് വന്നത്? രാജ്യസമാജം. ആദ്യമേ പ്രസിദ്ധീകരിച്ചു വന്ന പത്രം തത്വബോധിനി. തത്വബോധിനി. എന്റെ ഇടയ്ക്ക് കട്ടായി പോയി, ഞാൻ ഓഫായി പോയത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരൻ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏത്? നമ്മൾ കേട്ടക്കണ പേരാണ്. കീർത്തിചക്രയാണോ? അല്ല അല്ല, സുബൈദാർ. സുബൈദാർ അബൂബക്കർ എന്ന സിനിമയിൽ കേട്ടിട്ടുണ്ടല്ലോ, സുബൈദാർ. പിന്നെ ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? 1721. കറക്റ്റ്. ഏപ്രിൽ 15. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഓൾ. Okay, nice, informative. Anything else? സൈനിൻ ഞാനാണ്. സോങ് ആണ് പാടുന്നത്. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിതറാം, യോദ്ധാക്കളിലായോധന വീര്യം പകരാം, രണമിത് മൃതിയുടെ രഥം ഒരു നാൾ. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിതറാം, യോദ്ധാക്കളിലായോധന വീര്യം പകരാം, രണമിത് മൃതിയുടെ രഥം ഒരു നാൾ.
തീയായി കത്താം ഒരു പകലാളിത്തീരാം ഇടിയുടെ മിന്നൽ ചാർത്തായി മഴ മഞ്ചാടിപ്പൂമൊട്ടായി തീയായി കത്താം ഒരു പകലാളിത്തീരാം ഇടിയുടെ മിന്നൽ ചാർത്തായി മഴ മഞ്ചാടിപ്പൂമൊട്ടായി സൂര്യാമുഖം ഓരോ സ്വരഹാരം പണിയാം ഓരോ ഹിമതീരം രുതിരം പോൽ ചിതറാം നെഞ്ചോടൊരു സാരംഗീലീണം പകരാം മരണമൊരമൃതിനു പകരമിതാ മാറിൽ ചേർക്കാം ഒരു കനൽ മാച്ചും ഗീതം ഇതൊരു ഇന്ത്യൻ സ്വപ്നം ഇത് രാജ്യത്തിൻ സായുജ്യം മാറിൽ ചേർക്കാം ഒരു കനൽ മാച്ചും ഗീതം ഇതൊരു ഇന്ത്യൻ സ്വപ്നം ഇത് രാജ്യത്തിൻ സായുജ്യം ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം ഒരു താരാഗണമാകാശം ചിന്നിച്ചിതറാം യോദ്ധാക്കളിലായോധന വീര്യം പകരാം രണമിത് മൃതിയുടെ രഥം ഒരു നാൾ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ, വെരി നൈസ്. മാം സൈനിങ് ഞാനും ചെയ്യുന്നുണ്ട്. എന്റെ പേര് ഉമൈറ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ മാം. जय 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 जन्मभूमि, जय 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 भारत भूमि, जय 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 जन्मभूमि, जय 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 भारत भूमि. ആകാശ ഗംഗയൊഴുകി വന്ന ഭൂമി, ആകാശ ഗംഗയൊഴുകി വന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃദു തന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃദു തന്ന ഭൂമി, വേദാന്ത സാരവിഹാര പുണ്യഭൂമി, വേദാന്ത സാരവിഹാര പുണ്യഭൂമി, ബാസുരഭൂമി ഭാരതഭൂമി, ബാസുരഭൂമി ഭാരതഭൂമി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, ത്യാഗത്തിൻ നബിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി, ത്യാഗത്തിൻ നബിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി, ശ്രീബുദ്ധ ധർമ്മ പതാക നിർത്തിയ ഭൂമി, ശ്രീബുദ്ധ ധർമ്മ പതാക നിർത്തിയ ഭൂമി, പാവന ഭൂമി ഭാരതഭൂമി, പാവന ഭൂമി ഭാരതഭൂമി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി, സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി, സത്യത്തിൻ നിത്യഹരിത ധന്യഭൂമി, സത്യത്തിൻ നിത്യഹരിത ധന്യഭൂമി. സംഗീത നൃത്ത വിലാസ രംഗഭൂമി, സംഗീത നൃത്ത വിലാസ രംഗഭൂമി, ബാസുരഭൂമി ഭാരതഭൂമി, ബാസുരഭൂമി ഭാരതഭൂമി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. ഓക്കെ, വെരി ഗുഡ്. കഴിഞ്ഞോ? ഉണ്ടോ? ടീച്ചറെ ഞാനും പാടാന്ന് വിചാരിച്ചത് ഈ സെയിം സോങ് തന്നെയാ, അപ്പൊ പാടണോ? പാടിക്കോളൂ, നോ പ്രോബ്ലം. രണ്ട് രീതിയിൽ കേൾക്കാലോ. ഓക്കെ ടീച്ചർ, താങ്ക് യു. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി.
ആകാശ ഗംഗയൊഴുകി വന്ന ഭൂമി, ആകാശ ഗംഗയൊഴുകി വന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത് തന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത് തന്ന ഭൂമി, വേദാന്ത സാര വിഹാര പുണ്യഭൂമി, വേദാന്ത സാര വിഹാര പുണ്യഭൂമി, ബാസുരഭൂമി ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, ത്യാഗത്തിൻ അഭിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി, ത്യാഗത്തിൻ അഭിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി, ശ്രീബുദ്ധ ധർമ്മ പതാക നിർത്തിയ ഭൂമി, ശ്രീബുദ്ധ ധർമ്മ പതാക നിർത്തിയ ഭൂമി, പാവന ഭൂമി ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി, സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി, സത്യത്തിൽ നിത്യഹരിത ധന്യഭൂമി, സത്യത്തിൽ നിത്യഹരിത ധന്യഭൂമി, സംഗീത നൃത്ത വിലാസരംഗഭൂമി, സംഗീത നൃത്ത വിലാസരംഗഭൂമി, ബാസുരഭൂമി ഭാരതഭൂമി, ബാസുരഭൂമി ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. താങ്ക് യു മാം. ഓക്കെ, ഫൈൻ. കഴിഞ്ഞോ? പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കിയതാണോ കോർഡിനേഷൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല മാം, ഞങ്ങളിത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ട് ഓരോരുത്തരും ഓരോ പ്രോഗ്രാം ചെയ്യാന്ന് തീരുമാനിച്ചതാ. ഓക്കെ, അപ്പൊ സോങ് മാത്രമേ ഉമേറയും ആൻമരിയും പറഞ്ഞുള്ളൂ. ഏത് സോങ് ആണെന്ന് പറയാത്തോണ്ടാണ് രണ്ടുപേരും അറിയാതെ പോയതല്ലേ? ഒരേ സോങ് തന്നെയാണ്. നോ പ്രോബ്ലം. മാം ഞങ്ങൾ അരമണിക്കൂറിന്റെ ഉള്ളിലാണ് പ്രിപ്പറേഷൻ ചെയ്തത്. വെരി ഗുഡ്. സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതിന് റിസൾട്ട് ആയിരിക്കും. യെസ്, തീർച്ചയായിട്ടും പ്ലീസ്. വന്ദേ മാതരം മഴയ ശീതള സസ്യശ്യാമള മാതരം, വന്ദേ മാതരം, വന്ദേ സുപ്രജ്യോത്സ്ന പുളകിതയാദിനി, സുമിത സുമതല ശോഭിനി, സുഹാസിനി സുതുരപാശിനി, സുഖദാമരദാ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. താങ്ക് യു മിസ്. ഓക്കെ മാം ഇതൊക്കെ കേട്ടപ്പോഴേ നമ്മൾ ചെറുപ്പത്തില് എന്ന് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അന്നത്തെ ദിവസം നേരത്തെ എണീറ്റിട്ട് വേഗം സ്കൂളിലെത്താനുള്ള ഒരു ഇത് തോന്നുക. ഓക്കെ, ഗുഡ്. എന്തായാലും എന്താ പറയാ, നമ്മളുടെ ഓരോ മൊമെന്റ്സും നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് ഹാപ്പി ആയിട്ട്
സ്പെൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ഒരു 1 year കോഴ്സിൽ മാത്രമല്ല, അതിനുശേഷവും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും, ജോലി ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലും, ഇനിയും പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലും ആ മൊമെന്റ്സ് എല്ലാം വളരെ ഹാപ്പി ആയിട്ട് പ്രഷ്യസ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ റിഗ്രഷൻ തോന്നരുത്. ആ സമയം ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നൊരു റിഗ്രഷൻ തോന്നരുത്. 8:30 ഫ്ലാഗ് ഉയർത്താൻ. യെസ്, മോന്റെ സ്കൂളില് 7:30. കാരണം അത് കഴിയുമ്പോൾ എല്ലാ സ്കൂളുകളും കൂടെ റാലി ചെയ്തിട്ട് എന്താ പറയാ, ഒരു കച്ചേരിപ്പടി എന്നൊരു സ്ഥലമുണ്ട്, മീൻസ് സ്പോട്ടുള്ളൊരു സ്ഥലമുണ്ട്, താലൂക്ക് ഓഫീസൊക്കെ വരുന്നത്. അവിടെ ചെല്ലും, തിരിച്ച് സ്കൂളിലേക്ക് വരും. അത് 7:15 സ്കൂളിൽ എത്തേണ്ടത്. ഓക്കെ, ഇത് യൂസ് ചെയ്യുക. നോ കോൺഫ്ലിക്ട്സ്, നോ കൺഫ്യൂഷൻ. ഒരു ടീമിലാണെങ്കിലും ശരി, ഒറ്റയ്ക്കാണെങ്കിലും ശരി, മനസ്സിലൊരു കോൺഫ്ലിക്ട്സ് എന്തെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുക, അത് സോർട്ട് ഔട്ട് ചെയ്യുക, പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യുക. യെസ്, പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരിക്കലും പിന്നെ ആലോചിക്കുമ്പോൾ ആ സമയം ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തി, വേസ്റ്റ് ആക്കി എന്ന് തോന്നരുത്. ഓക്കെ, ഫൈൻ. ഈ ഷഫ്ന, അത് ഷിജിനാസ് ആണോ? അല്ല അല്ല മാം, എനിക്ക് പെട്ടെന്ന് ഷിജിനാസ് രണ്ടാണോ? ഷിജിനാസിന്റെ ശബ്ദം പോലെ തുടക്കത്തിൽ ഞാൻ പാടട്ടെ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ തോന്നി. വയസ്സൊക്കെ കിട്ടും. വെരി ഗുഡ്. നമുക്ക് ഇതിനകത്തിന് സൗണ്ട് തോന്നി, ഷെമിനാട് സൗണ്ട് കേട്ടപ്പോ. അല്ലേ? എനിക്കാണ് തോന്നുന്നു. എനിക്കും തോന്നി. ശബ്ദം മാത്രമല്ലേ എനിക്ക് പരിചയമുള്ളൂ, നിങ്ങൾക്കും അതായിരിക്കും. കാരണം എല്ലാരും ഓൺലൈനിലല്ലേ കാണുന്നത്. ഓക്കെ, സോ കഴിഞ്ഞാലോ? ഇനി എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? എനിത്തിങ്? മാം, ഞാനൊരു മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ മാമിന് ക്ലാസ്സിന് എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ദിസ് ഈസ് യുവർ ഡേ, യുവർ പ്ലാറ്റ്ഫോം. പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ മലയാളത്തിലാണ് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, ബഹുമാനപ്പെട്ട ടീച്ചർ, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിലേറെ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു ദിവസമാണ് നാളെ, ഓഗസ്റ്റ് 15. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യമായിരുന്നില്ല. ബ്രിട്ടീഷുകാർ നമ്മെ ഭരിക്കുകയും അന്യായമായ പല നിയമങ്ങളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. സ്വന്തമായി ഉണ്ണാനോ ഉണ്ണുവാനോ, എന്തിനേറെ ഒന്ന് കരയുവാനോ ചിരിക്കുവാനോ പോലും മറ്റുള്ളവരുടെ അനുഭവത്തിനായി കാത്തു നിൽക്കേണ്ട ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക വാനോളം പൊങ്ങി പറന്നു കളിക്കുമ്പോൾ ഓരോ ഭാരതീയനും മുതലാളിത്തത്തിന്റെ അടിമച്ചങ്ങല പൊട്ടിച്ചെറിയുകയായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അതിനായി ജീവനും ജീവിതവും ഉപേക്ഷിച്ച് പൊരുതിയ ധീരസേനാനികളെ നമുക്ക് സ്മരിക്കേണ്ടതുണ്ട്. ഇന്ന് നാം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം വെള്ളിത്തിളകിയിൽ നമുക്ക് നേരെ നീട്ടപ്പെട്ടതല്ല. എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തവും വിയർപ്പും കണ്ണീരും കൊണ്ടാണ് അത് നേടിയെടുത്തത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, റാണി ലക്ഷ്മിഭായി, BR അംബേദ്കർ, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെ ഒരുപാട് പേരുടെ ഓർമ്മകൾ ഓരോ സ്വാതന്ത്ര്യ ദിനവും അവകാശപ്പെടുന്നു. നമ്മുടെ ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ സ്മരിച്ചും ഈ ദിനം നമുക്ക് ആഘോഷിക്കാം. നമ്മുടെ പൂർവികർ നമുക്കായി നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വരും തലമുറകൾ എന്ന നിലയിൽ രാജ്യം ഏറെ പ്രതീക്ഷയോടാണ് നമ്മെ നോക്കിക്കാണുന്നത്. ഇത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മതിക്കാനാവാത്തതാണ്. നമ്മുടെ സ്വാതന്ത്ര്യം വെറും ഒരു പദവിയല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്തമാണ്. ഓർമ്മയിൽ സൂക്ഷിക്കുക. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ഊർജിതമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുറുകെ പിടിക്കാം. തല ഉയർത്തിക്കൊണ്ട് നെഞ്ചിന്റെ നേരെ നമുക്ക് ചൊല്ലാം, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. സ്വാതന്ത്ര്യദിന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സൂപ്പർ. നല്ല കോരിത്തെരിച്ചു പോയി സൂര്യ പ്രസംഗം കേട്ടിട്ട്. പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ആ വന്ദേമാതരം കേട്ടപ്പോ സ്കൂളൊക്കെ അങ്ങനെ ഓർമ്മ വരുന്നത്. ജയ ജയ ജന്മഭൂമി കേട്ടപ്പോഴും സ്കൂളിന്റെ കാലഘട്ടമൊക്കെ ഓർമ്മ വരുമായിരുന്നു. വന്ദേമാതരം കേട്ടപ്പോ എന്തോ ഒരു കുളിര് പോകുന്നോ എന്തോ ഒരു ഫീൽ ആയിരുന്നു. എനിക്ക് താങ്ക് യു സോ മച്ച് എന്നെയും ഇതിന്റെ ഒരു ഭാഗമാക്കിയതിന്. ഓക്കെ, ഞങ്ങൾ ഇന്ന് പായസം കൂടി വെക്കാം. അത് കൊള്ളാം. തൃപ്തിയായി പായസം കഴിച്ച പോലെ കേട്ടപ്പോ. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ റിഗാർഡിങ് എനിത്തിങ്? എന്തെങ്കിലും പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം.
യെസ്, എനിത്തിങ്? വേറെ പായസം ഉണ്ടാക്കിയോ? ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. യു ഹാവ് ടു ഷെയർ. പറഞ്ഞു കൊടുക്കണം കേട്ടോ വീട് എവിടെയാണ്. അടുത്താണെങ്കിൽ ഞാൻ വരും. മാം ഓക്കെ, ജില്ല കടന്ന് പോകാനെനിക്ക് പോകായിരുന്നു. വണ്ടിക്കൂലി നമുക്ക് ഇരിക്കാം. വീട്ടിലേക്ക് കോൺഗ്രസിന്റെ ഇതില് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പായസം എത്തിച്ചു തരുന്നുണ്ട് ഇന്ന്. ആണോ? ആ, ഇത് കൊള്ളാം. 200 രൂപയാണ്. എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ ചേർത്ത് ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സിജി, നോ പ്രോബ്ലം. ഇനി ഒരു അവസരത്തിൽ സിജിക്ക് സംസാരിക്കാവുന്നതാണ്. സിജി സ്കൂളിലായി പോയി, അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നോ പ്രോബ്ലം സിജി, നോ വറീസ്. ഓക്കെ ഓക്കെ, ഭയങ്കര സന്തോഷം തോന്നി നിങ്ങൾ ഈ ഒരു ദിവസം ഇങ്ങനെ യൂസ് ചെയ്തേന്. ഓക്കെ ഫൈൻ. ഇനി എന്തെങ്കിലും എനിത്തിങ് എൽസ്? ക്ലാസ്സിലേക്ക് പോവാം. എവിടെ വരെയായി? എവിടെയാ? മാം അസൈൻമെന്റിന്റെ ഒരു കാര്യം ചോദിക്കണം. ഞാൻ ഇന്നലെ എല്ലാം സബ്മിറ്റ് ചെയ്തായിരുന്നേ. അസൈൻമെന്റിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നലെ നിങ്ങൾക്ക് ഇട്ട് തന്ന, അത് റിലേറ്റഡ് ആണോ? ചോദിച്ചോളൂ. ഇല്ല, എന്തുവാ ചെയ്യാൻ പറഞ്ഞതായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതല്ലേ കുറച്ചതേ. ഞാൻ ക്വസ്റ്റ്യൻ തരാൻ വൈകുന്നുള്ളൂ. സബ്മിറ്റ് ചെയ്തു. നിങ്ങളെല്ലാം ചെയ്തു വെച്ചു. ഞാൻ ക്വസ്റ്റ്യൻ തരാൻ ലേറ്റ് ആയി. ഇന്നലെ ക്വസ്റ്റ്യൻ തന്നു, പക്ഷെ അതിനകത്ത് നിങ്ങളോട് പറയാത്ത ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഉണ്ട്, പക്ഷെ അത് മാം പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്ത് ഇന്നലെ സബ്മിറ്റ് ചെയ്തു. അന്നേരം ഇന്നിപ്പം മാർക്ക് വന്നു 60 എന്നും പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കട്ടെ. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് മാത്രമേ പറയാത്തുള്ളൂ. ബാക്കിയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതല്ലേ. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് നമ്മൾ കേട്ടിട്ടില്ലേ? ഹെൽത്ത് ഈസ് വെൽത്ത്, അങ്ങനെയുള്ള ഫ്രേസസ് ഇല്ലേ? എന്താ അപ്പൊ അതിന് പറയാ? ഫ്രേസസിന് മലയാളം എന്താ പറയുന്നത്? എന്താ ഉദ്ധരണികൾ, ഉപമയല്ലല്ലോ. ഫ്രേസസിന് എന്താ മലയാളത്തിൽ പറയാ? ഉദ്ധരണി എന്നാണോ? ശീലങ്ങൾ എന്നാണോ മാം? നല്ല ശീലങ്ങൾ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡ് നമ്മൾ ഫ്രേസസ് പറയില്ലേ? ഇപ്പൊ നല്ല പോലെ മഴ പെയ്യുവാണെങ്കിൽ നമ്മൾ പറയില്ലേ ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചില ഫ്രേസസ് ഇല്ലേ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്? എന്തോ പഴഞ്ചൊല്ലുകളല്ലേ? പഴഞ്ചൊല്ലല്ല, പഴഞ്ചൊല്ലിനേക്കാളും കുറച്ചുകൂടെ പഴഞ്ചൊല്ലെന്ന് പറഞ്ഞ റെഡ്യൂസ് അല്ലേ? അല്ലേ? ശൈലികൾ എന്നാണോ? ശൈലികൾ. ശൈലികളായിരിക്കും. ഉദ്ധരണികൾ എന്നോ ശൈലികൾ. ശൈലികൾ അതായിരിക്കും ഏറ്റവും നല്ല ആപ്റ്റ് വേർഡ്. രണ്ടാമത്തത് അത് ഫ്രേസസ് ഇങ്ങനെ എഴുതിയാ പോരാ മാം? ഹെൽത്ത് ഈസ് വെൽത്ത്, ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി, അങ്ങനെ. നമ്മള് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് കുറെ ഫ്രേസസ് കിട്ടും. ഞാൻ കുറച്ച് പറഞ്ഞു. ഹെൽത്ത് ഈസ് വെൽത്ത് അതിലൊന്നാണ്. പിന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി, ഹെൽത്തി മൈൻഡിനെ ഹെൽത്തി ബോഡി, അതൊക്കെ ഫ്രേസസ് ആണ്. പിന്നെ പറയാട്ടോ, സ്ലോഗൻസ് അതുപോലെയാണോ? ഏകദേശം അതുപോലെ തന്നെ. പിന്നില്ലേ നമ്മള് മലയാളത്തിൽ പറയാറില്ലേ എന്താണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലെന്ന്? അതിന്റെ ഒരു മുഴുവൻ ഒരു ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസ് ഉണ്ട്. ഞാനതിപ്പോ പറഞ്ഞുതരാം.
if wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. Okay, health related phrase ആണ്. Healthy mind rest only in a healthy body. പിന്നെ ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നു നമ്മൾ പറയുന്ന പോലെ ഹെൽത്ത് ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഏകദേശം മരണത്തിന് തുല്യമാണെന്ന്. അങ്ങനെയൊക്കെയുള്ള കുറെ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. ഹെൽത്ത് ഈസ് വെൽത്ത്, ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി, ഹെൽത്ത് ഈസ് if wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. അങ്ങനെയൊക്കെയുള്ള കുറച്ച്. ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്. ആരോഗ്യമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തിന് തുല്യമാണെന്നുള്ള രീതിയിൽ. പിന്നെ ഏതാ അസൈൻമെന്റിൽ നിങ്ങൾക്ക് സംശയമുള്ളത്? രണ്ടാമത്തെ കളക്ട് ഡേറ്റ ഫ്രം 10 ഇൻഡിവിജ്വൽസ്, അതാണോ? മാം ഒന്നും കൂടി ഫസ്റ്റ് മുതൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നാ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നിങ്ങളൊരു കമ്പാരിസൺ ടേബിൾ ഉണ്ടാക്കുക. ഹെൽത്ത് ഒരു ടേബിളിന്റെ ഫസ്റ്റ് കോളത്തിൽ ഹെൽത്തി പീപ്പിൾ 3 കോളം പോലെ എഴുതുക. അല്ലെങ്കിൽ കോളമായിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പാരഗ്രാഫ് ആയാലും മതി. ഹെൽത്തി പീപ്പിൾ പറ്റി എഴുതുക. ഹെൽത്തി പീപ്പിൾ എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും? അവർ ഭയങ്കര ക്വാളിറ്റി ഉള്ള ലൈഫായിരിക്കും അവർക്ക് അസുഖങ്ങൾ വരുന്നത് കുറവായിരിക്കും. എന്നാൽ തന്നെയും അത് പ്രിവെന്റ് ചെയ്യാനും ഉള്ള എല്ലാ മാർഗങ്ങളും പ്രിക്വേഷൻസും അവരെടുക്കും. പിന്നെ അവരുടെ ഡയറ്റ് നല്ല ഹെൽത്തി ഡയറ്റ് ആയിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും അവർ കഴിക്കുന്നത്. അവരുടെ ഉറക്കം അതുപോലെ തന്നെ ഉറക്കവും നല്ല സൗണ്ട് സ്ലീപ്പ്, സമയത്ത് ഉറങ്ങും, നേരത്തെ എണീക്കും. പിന്നെ അവര് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ അവരുടെ ഏജും അതുപോലെ തന്നെ ആരോഗ്യത്തിനും അനുസരിച്ചുള്ള എക്സസൈസുകൾ ചെയ്യും. പിന്നെ അങ്ങനെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കില്ല, ടിവിയുടെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ ഹെൽത്തി പീപ്പിളിനെ കുറിച്ചിട്ടുള്ളത്. അവര് റൊട്ടീൻ ചെക്കപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ അവര് റൊട്ടീൻ ചെക്കപ്സ് ചെയ്യും, ഡോക്ടറെ കാണും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻ പീപ്പിൾ, അസുഖമുള്ള ആളുകൾ, അതായത് ഹെൽത്തി അല്ലാത്ത ആളുകൾ. ഇറ്റ്സ് ഗുഡ് എനർജി ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇറ്റ്സ് വെരി ഗുഡ്. ഇൻ പീപ്പിൾ, അസുഖമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ കൺട്രോൾഡ് ആയിരിക്കും അല്ലെ. അവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ബാഡ് ഹാബിറ്റ്സ് മൂലം ഇല്ലാവുന്നത് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, സബ്സ്റ്റൻസ് യൂസ് അതുമൂലമൊക്കെ ആളുകൾ ഇല്ലാകാം. പിന്നെ ശരിയായ ഭക്ഷണ രീതി ശരിയല്ലെങ്കിൽ ഇല്ലിലേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ ഉറക്കം ശരിയായിട്ടുള്ള രീതിയിലല്ല അവരുടെ ഉറക്കം, അവരുടെ ആ ഒരു റൊട്ടീനൊക്കെ മോശമാണെങ്കിലും അവർക്ക് അസുഖങ്ങൾ വരും. അപ്പൊ ഇല്ലായിട്ടുള്ള ആളുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും, അവർ മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും. അവർക്ക് പലപ്പോഴും എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അസുഖമുള്ളവരുണ്ടായിരിക്കും. ചില ആളുകൾക്ക് വെള്ളം, കിഡ്നിയുടെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വെള്ളം കുടിക്കുന്നതിനും റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇത്ര കൂടുതൽ വെള്ളം കുടിക്കാൻ പറ്റാതെ വരും. അങ്ങനെ പല രീതിയിൽ അസുഖങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അസുഖങ്ങൾ ആളുകൾ എങ്ങനെയാണ് ഇല്ലാവുന്നത്? അവര് ശരിയായ രീതിയിൽ അവരെ കെയർ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഡോക്ടറെ കണ്ട് വേണ്ടത്ര അഡ്വൈസ് എടുക്കാതിരിക്കുക. അങ്ങനെ പല രീതിയിലും അവർക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെ എഴുതാം. പിന്നെ പറഞ്ഞത് ഒരു സർവേ പോലുള്ള ഒരു അസൈൻമെന്റ് ആയിരുന്നു. 10 പേരെ കണ്ടിട്ട് അവരോട് ഹെൽത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സെലക്ട് ചെയ്യുന്ന 10 പേര് അതുപോലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. പല ഏജ് ഗ്രൂപ്പ്, പല സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കുന്നവര്, ഇപ്പോ കുറച്ചുകൂടെ നല്ലൊരു സോഷ്യൽ ലെവൽ, എല്ലാം ഹൈജീൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരുണ്ടാവും. അല്ലാതെ ഇങ്ങനെ കുറച്ച് സ്ലം ഏരിയയിലുള്ളവരുണ്ടാവുമായിരിക്കും. അങ്ങനെ പല ഏരിയയില് കുട്ടികള്, കൗമാരക്കാര്, 60 വയസ്സിന് മുകളിലുള്ളവര്, യൂത്ത്, അഡൾട്ട്സ്, അങ്ങനെ പല. പിന്നെ സ്ത്രീകൾ, പുരുഷന്മാർ, അങ്ങനെയും വേർതിരിച്ച് നമുക്ക് ചോദിക്കാം. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, ജോലിക്ക് പോകാത്ത സ്ത്രീകൾ, അങ്ങനെ നോക്കാം. അങ്ങനെ പല ലെവൽസിലുള്ള ആളുകളെ കോൺടാക്ട് ചെയ്തിട്ട് വേണം ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. അത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നല്ലൊരു ഡെഫിനിഷൻ ഹെൽത്തിന് എഴുതുക.
അടുത്തത് അവരോട് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പൊ പല ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് പല ആൻസേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് അതിന് സ്റ്റെപ്സ് ഫോർ ആ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ആ രീതിയിലെ ക്വസ്റ്റ്യൻ അതും എഴുതാം. പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് അതിപ്പോ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഇത് മൂന്നിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കാനായിരുന്നു അടുത്തത്. അതില് ഫസ്റ്റ് വൺ ഹെൽത്ത് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നല്ല ഭക്ഷണം, നല്ല ഉറക്കം, രാവിലെ എണീക്കുന്നു, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് എഴുതാം അല്ലെ. നമ്മളുടെ ഹെൽത്തി ഹാബിറ്റ്സ് കാണിക്കുന്ന രീതിയിലുള്ള എല്ലാം തന്നെ എഴുതാം. പിന്നെ എന്തെങ്കിലും റിക്രിയേഷൻ, പാട്ട് കേൾക്കുന്നതോ അതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതാം. ഫിസിക്കൽ ഫിറ്റ്നസ്, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാം. 1 or 2 ഒക്കെ മതി, കുറേയൊന്നും വേണ്ട. കിട്ടുന്ന നിങ്ങൾക്ക് കുറെ ഒട്ടിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വരയ്ക്കണമെന്ന് താല്പര്യമാണെങ്കിൽ അങ്ങനെ വരയ്ക്കുകയും ചെയ്യാം. റണ്ണിങ്, വാക്കിംഗ്, സ്വിമ്മിങ്, യോഗ, ജമ്പിങ്, യെസ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ഡാൻസിങ്, ഇതൊക്കെ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. നെക്സ്റ്റ് വെൽനസ്. വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖം, സന്തോഷം, സമാധാനം, നമ്മുടെ വെൽബീയിങ്, നമ്മുടെ വെൽഫെയർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട്, കാശുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ പറയുന്ന സുഖം, സന്തോഷം, സമാധാനം ഇല്ലെങ്കിൽ ഒരു രീതിയിലും കാര്യങ്ങൾ നടക്കില്ല അല്ലെ. അപ്പൊ അതിന്റെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നതോ, എല്ലാവരുമായിട്ട് എന്തെങ്കിലും ഗ്രൂപ്പ് ഗെയിമുകളിൽ ഏർപ്പെടുന്നതോ, അല്ലെങ്കിൽ സിനിമ കാണുന്നതോ, പിക്നിക്കിന് പോകുമ്പോൾ നമ്മളെടുത്ത ഒരു ഫോട്ടോയോ അങ്ങനെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമ്മളുടെ കൊളീഗ്സിനൊപ്പം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഒരു പിക്ക് അതെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നിടത്താണെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂടെ പഠിക്കുന്നവരുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അതാണ് വെൽനസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു സന്തോഷം, സമാധാനം ഇല്ലെങ്കിൽ അത് വെല്ലല്ല. സോ വെൽനസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ അതാണ്. പിന്നെ അടുത്തത് കളക്ട് ദ ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് ഏജൻസീസ് വിച്ച് ആർ പ്രൊവൈഡിങ് ഹെൽത്ത് റിലേറ്റഡ് അവയർനെസ്. വേരിയസ് ഏജൻസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അത് പറഞ്ഞിരുന്നു. ബുക്കാണെങ്കിൽ ബുക്കിന്റെ പേര്, ഇപ്പൊ ആരോഗ്യമാസികന്നോ ആരോഗ്യ കേരളം, നമ്മുടെ TV പ്രോഗ്രാംസ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അതിന്റെയൊക്കെ ജസ്റ്റ് ആ പേര്, ടൈറ്റിൽ മാത്രം, ദാറ്റ് ഇസ് ഇനഫ്. പിന്നെ അതുപോലെ തന്നെ റേഡിയോ പ്രോഗ്രാംസ്, പിന്നെ ഇപ്പം ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലും ഒരു കോളം വരുവാണെങ്കിൽ അത്, അങ്ങനെ അതിന്റെ ടൈറ്റിൽ, പിന്നെ ഏതെങ്കിലും മൂവി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മൂവിയുടെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റേഡിയോ പ്രോഗ്രാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത്. ആ ടൈറ്റിൽ മാത്രം, പ്രോഗ്രാമിന്റെ പേര്, സോഴ്സ് ഏതാണെന്നും കൂടെ എഴുതണം. പേര് എഴുതിയിട്ട് റേഡിയോ ആണെങ്കിൽ റേഡിയോ, അതിന്റെ പ്രത്യേകം ചാനൽ റേഡിയോയുടെ ഉണ്ടെങ്കിൽ അത്, TV പ്രോഗ്രാം ആണെങ്കിലും അത് ഏത് ചാനലിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മൂവിയുടെ പേര് എഴുതാം. പിന്നെ മാഗസീൻസ്, മാഗസീൻസിന്റെ തന്നെ കോളംസ് ആണെങ്കിൽ അതങ്ങനെ, ന്യൂസ് പേപ്പറിലെ കോളംസ് ആണെങ്കിൽ അതങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത്രയുമാണ്. ഇത് 6 ഒരുമിച്ച് ക്വസ്റ്റ്യൻ തന്നു എന്ന് വിചാരിച്ച് ചെയ്യാത്ത ആരും ടെൻഷൻ ആവണ്ട. നിങ്ങൾ പതുക്കെ പതുക്കെ ട്രാഫിക്, വൈറസ് ഇറങ്ങിയതല്ലേ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന പോലെ അതങ്ങ് സബ്മിറ്റ് ചെയ്താൽ മതി. ധൃതി പിടിച്ച 6 എമർജൻസി പിക്ചേഴ്സ് വേണമെന്നില്ല. മൂന്നാമത്തേലൊന്നും പിക്ചേഴ്സ് ആകെയുള്ളത് നമ്മളുടെ ആ ഒരു ലെസന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഓരോന്നായിട്ട് നമ്മൾ എഴുതണ്ടല്ലോ മാം. എല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് എഴുതിയാൽ മതിയല്ലോ ഹെൽത്ത് എന്താണെന്നുള്ളത്. അതെ, സമ്മറൈസ് ചെയ്ത് അവര് പറഞ്ഞ അതേ വാക്കുകൾ എഴുതാനുള്ളതല്ല, നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത് നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ഒരു ഡെഫിനിഷൻ ഓരോന്നായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ മാം. മതി. നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, 1 by 1 സെൻഡ് ചെയ്താൽ മതിയല്ലോ. മതി.
മാം തന്ന ഓർഡറിൽ തന്നെ ചെയ്യണോ മാം? അങ്ങനെയുമില്ല. നിങ്ങൾക്ക് ഏതാണോ ആദ്യം ചെയ്യാൻ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അങ്ങനെ ചെയ്താലും മതി. മിസ് 5ാമത്തെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ചെയ്തോളൂ. സബ്മിറ്റ് ചെയ്യേണ്ട രീതികളൊക്കെ മനസ്സിലായിട്ടില്ലേ? അതൊന്ന് പറയാമോ മാഡം? വേറെ 2-3 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് മാർക്കൊക്കെ വന്നിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ ഡൗട്ട്സ് ഉണ്ടോ? സബ്മിറ്റ് ചെയ്യേണ്ട എങ്ങനെയാന്ന്? ഡൗട്ട് മാമിന്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ സബ്മിറ്റ് ക്ലാസ് റൂമിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സെൻഡ് ആകുന്നില്ല മാം. അപ്പം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ലല്ലോ? വാട്സപ്പ് നമ്പർ തന്നിട്ടില്ലേ? അങ്ങനെ മറ്റേ പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ? അതും തന്നിട്ടില്ലേ? അതിലേക്ക് അയച്ചാലും മതി. എല്ലാം ഒരു റെക്കോർഡ് ബുക്കിലാണല്ലോ എഴുതേണ്ടത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം? റെക്കോർഡ് ബുക്കിലല്ല ഇത് എഴുതേണ്ടത്, അസൈൻമെന്റ് ബുക്ക്. ഒരു നോട്ട്ബുക്ക് അതിനു വേണ്ടി വാങ്ങിച്ചാൽ മതി. ഒരു ഡയറി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ എന്താ പറയാ, പേപ്പറിൽ എഴുതുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ലൂസ് ഷീറ്റിലാണ് അസൈൻമെന്റ് ആയിട്ട് എഴുതുന്നതെങ്കിൽ അത് നിങ്ങൾ നല്ലതുപോലെ സെക്യൂർ ചെയ്ത് വെക്കണം. പിൻ ചെയ്ത് ഫയൽ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കണം. കാരണം ലൂസ് ഷീറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഫാനിൽ പെട്ട് അലമാരിയുടെ അടിയിലോ ടേബിളിന്റെ അടിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ കാണില്ല. അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു വാരി പോയാലും നമ്മൾ കാണില്ല. പല കുട്ടികളും പറഞ്ഞു ഈ ഫൈനൽ ആവാറായിരിക്കും അസൈൻമെന്റിന്റെ പല പേപ്പറും കാണുന്നില്ല എന്ന്. പേപ്പറിൽ എഴുതുന്നത് അതാണ് ഇഷ്ടമെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ നല്ലപോലെ സെക്യൂർ ചെയ്ത് വെക്കണം. നോട്ട്ബുക്ക് ആകുമ്പോൾ നമ്മുടെ കയ്യിലത് ഇരിക്കും, നഷ്ടപ്പെടില്ല. ക്വസ്റ്റ്യൻ 2 and 3 സെയിം അല്ല. സെയിം മീൻസ് ഒരു ആക്ടിവിറ്റിയുടെ തന്നെ 2 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ്. ഒന്ന് അവരെ കാണുക, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ 2 ക്വസ്റ്റ്യൻ ചോദിച്ച് 2ആയിട്ട് എഴുതണമെന്ന് മാത്രം. രണ്ടും പിന്നെ നമ്മൾ ഡെഫിനേഷൻ എഴുതുവാണല്ലോ. ഹെൽത്ത് എന്നുള്ളതിന്റെ ഡെഫിനേഷനും മറ്റേത് ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സും അതാണല്ലോ എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. സ്റ്റാർട്ട് ചെയ്യാം ചാപ്റ്റർ. യെസ്, ഞാൻ മെസ്സേജ് വായിക്കുവേ. ബോണ്ട് പേപ്പറിൽ ചെയ്യുന്നവർക്ക് ബുക്ക് പോലെ വെക്കാൻ പറ്റുന്ന ഫയൽ കിട്ടും, അത് വാങ്ങിയാലും മതി. ഓക്കെ, സുറുമിയുടെ മെസ്സേജ് ഉണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മിസ്ട്രിയ ഇന്റർനാഷണൽ ഹെൽത്ത് ഏജൻസീസ് വേൾഡ് WHO 6th one എങ്ങനെയാണ്? 6th one എങ്ങനെയാണ്? സിക്സ്ത് വൺ ഓരോ പ്രോഗ്രാംസിന്റെ പേരല്ലേ? പ്രോഗ്രാംസിന്റെ പേരുകൾ മാത്രം മതിയല്ലേ? ഏജൻസീസ് പ്രോഗ്രാം അല്ല, വേരിയസ് ഏജൻസീസ്. ആ ഏജൻസി ഇപ്പൊ TV ആണെങ്കിൽ ആ TVയിലെ പ്രോഗ്രാം, ആ ചാനലിന്റെ പ്രോഗ്രാം. റേഡിയോ ആണെങ്കിൽ നമ്മുടെ ഏജൻസി എന്ന് പറയുന്ന TV, റേഡിയോ, യൂട്യൂബ് അങ്ങനത്തെ കാര്യമായിരിക്കും. പിന്നെ WHO അവയർനെസ്, യെസ് ഡെഫിനറ്റ്ലി അതും വേണമെങ്കിൽ വെക്കാം. പിന്നെ നമ്മളുടെ ലോക്കൽ അതോറിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ഇപ്പൊ താലൂക്ക് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരുടെ ഒരു അവയർനെസ് വരും. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും മാനേജ്മെന്റ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണെങ്കിലും അവരും ഇതുപോലെ തന്നെ അവയർനെസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ നമുക്ക് എഴുതി വെക്കാം. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെ ഓരോ വാർഡിലെ ഞങ്ങളുടെ വാർഡിൽ. അപ്പൊ നമുക്ക് ഏത് ഡോക്ടേഴ്സ് ഉണ്ടെന്നൊക്കെ അവർ എന്നത്തെ ഇടാറുണ്ട് ഗ്രൂപ്പിൽ കൂടെ. വെരി ഗുഡ്, നല്ലൊരു മാം. നമ്മൾ ഈ ആശാവർക്കർമാരുടെ അത് ഉൾപ്പെടുത്താൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. കാരണം അവരും ഇതുപോലെ നമുക്ക് ചില അവയർനെസ് തരാറുണ്ട് അല്ലെ. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് നേരിട്ട് വന്ന് ചില സർവേ പോലെ എടുത്ത് അതും ഒരു അവയർനെസ് തരികയാണല്ലോ. സർവേ ചെയ്ത് അങ്കണവാടിയില് ഇങ്ങനെ ക്ലാസ് വെക്കാറുണ്ടല്ലോ ഹെൽത്ത് എന്ന ആൾക്കാർ. ത്രൂ അംഗൻവാടീസ് ഡിഫറെന്റ് പ്രോഗ്രാംസ് ആർ കണ്ടക്ടിങ്. പിന്നെ അതിന്റെ പേരറിയാമെങ്കിൽ പേര് എഴുതി വെക്കാം. ചിലതിന്റെ പേരൊക്കെ ഇടുമല്ലോ, അവര് നല്ല രസമുള്ള പേരൊക്കെ എടുത്ത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ലൈവ് ക്ലാസ്സിൽ കേറുന്നത്.
ആണോ? അന്ന് കയറിയതായിരുന്നു സ്റ്റാർട്ടേ ചെയ്തപ്പോ. പിന്നെ മരണം കഴിഞ്ഞു അച്ഛച്ചന്റെ. അപ്പൊ കേറാൻ പറ്റിണ്ടായിരുന്നില്ല. റെക്കോർഡ് ക്ലാസ്സാ കണ്ടിരുന്നതൊക്കെ. പിന്നെ എന്നാ കേറുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ബാക്കിലാണ്. അസൈൻമെന്റ് അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനൊന്നും അറിയില്ല. ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിജിയെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ? അമൃത ചേച്ചിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണ്ടേന്നൊക്കെ, പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, അത് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും 2 ഹെൽപ്പോ, അതെന്ത് ഹെൽപ്പാന്ന് വിചാരിക്കും. മ്യൂച്വൽ ഹെൽപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, പരസ്പരം സഹായിക്കുക എന്നുള്ളത്. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഹെൽപ്പ് വിജി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിലത് എന്നും ഉണ്ടാവും. തിരിച്ച് വിജിയെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ് എനിക്ക് ഉണ്ടാവണം. ഞാൻ തിരിച്ച് വിജിയെ ഹെൽപ്പ് ചെയ്യും, വിജിക്ക് ഒരു ആവശ്യം വരുമ്പോൾ. അതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറയുന്നത്. മ്യൂച്വലി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ബട്ട് നമുക്ക് ഭയങ്കര ഒരു ആവശ്യമുള്ള സമയത്ത് ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലത് എന്നും ഉണ്ടായിരിക്കണം. നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റണം ആ ഒരു രീതിയിൽ. ഇനി ചിലപ്പോൾ വിജിക്ക് ആവശ്യങ്ങൾ ഉണ്ടായെന്ന് വരില്ല, പക്ഷെ അതുപോലെ എന്തെങ്കിലും ഇതില് വേറൊരാൾ ബുദ്ധിമുട്ടുന്ന ഞാൻ എല്ലാ റെക്കോർഡ് ക്ലാസ്സും കണ്ടു തീർത്തു. ഇന്നലത്തോടെ എല്ലാ ക്ലാസ്സും കഴിഞ്ഞു. പിന്നെ ഇന്നാണ് ലൈവ് ക്ലാസ് കയറുന്നത്. ഓക്കെ, എനിവേ വിജി എല്ലാം കഴിഞ്ഞില്ലേ? ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഞാന് ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റൽ സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകും. അപ്പൊ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇത് എഴുതുമ്പോഴേ കാര്യങ്ങൾ എഴുതുമ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയുടെ അൺഹെൽത്തി ആയിട്ടുള്ള വ്യക്തികളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ അതിന് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുമോ? ഹെൽത്തി ആയിട്ടുള്ള വ്യക്തി അതൊക്കെ ഒരു ഡൗട്ട്. ഓക്കെ, അതാ മാം ചോദിക്കാൻ. നിങ്ങൾ കുറേ എഴുതി വെക്കുന്നതല്ല, അതില് കറക്റ്റ് പോയിന്റ്സ് ഉണ്ടാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറേ എഴുതി വെച്ചു എന്ന് വിചാരിച്ച് അതില് കാര്യമായ കണ്ടന്റ് ഇല്ലെങ്കിൽ അതൊരു കാര്യമില്ലല്ലോ, നമ്മുടെ ടൈം പോയി. പക്ഷെ നല്ല പോലെ കണ്ടന്റ് ആയിട്ട് എഴുതി വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും അത് നിൽക്കും. പിന്നെ കോപ്പി മീൻസ് ഒരാൾ എഴുതിയത് അങ്ങനെ കോപ്പി ചെയ്യരുത്, നമുക്ക് റെഫറൻസ് ആയിട്ട് വെക്കാം. അതിപ്പോ ഗൂഗിൾ നോക്കിയാലും അത് നമുക്ക് റെഫറൻസ് ആണ്. നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എഴുതണം. അതല്ല മാം ചോദിച്ചത്, നമ്മള് ഈ ഇത് തൊഴിലുറപ്പ് സൈഡിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകും പ്രായമുള്ള അമ്മമാർക്കൊക്കെ. അപ്പം അവരുമായിട്ട് കണക്ട് ചെയ്ത് അവർക്കുള്ള രോഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ 2-3 പോയിന്റ് വെച്ച് എഴുതാമല്ലോ എന്നാ ചോദിച്ചത്. അത് ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയുടെയും അൺഹെൽത്തി ആയിട്ടുള്ള വ്യക്തികളെയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വെച്ച് എഴുതാമല്ലോ? ഓക്കെ മാം, താങ്ക് യു. ക്ലാസ് എവിടെ വരെ? ക്ലാസ് നമ്മൾ മെന്റൽ ഹെൽത്തിന്റെ 2 പാരഗ്രാഫ് തീർന്നു. ഇനി ഇൻസ്ട്രക്ഷൻ ഇൻഫോൾസ് മുതൽ തുടങ്ങാനുള്ളത്. ആരെങ്കിലും പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ? എനിക്ക് ജസ്റ്റ് പ്രിന്റ് ഔട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് ടെക്സ്റ്റിലെ പേജ് നമ്പർ. ഓക്കെ, ഫൈൻ. സോ നമ്മൾ മെന്റൽ ഹെൽത്ത് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? 2 പാരഗ്രാഫ്സ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സോ ശരീരത്തിന്റെ ആരോഗ്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന്റെ ആരോഗ്യം അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഒന്നില്ലെങ്കിൽ മറ്റേതില്ല എന്നുള്ളത് തന്നെയാണ് ശരി. പല പല ബാച്ചിന് പല ടോപ്പിക് ആയതുകൊണ്ട് ഇത് എവിടെ പറയാൻ പറ്റും.
ഈ 2 പാരഗ്രാഫ് കഴിയുന്നല്ലേ പറഞ്ഞേ? അതെ അതെ. ഇനി ഇൻസ്ട്രക്ഷൻ ഇൻവോൾവ്സ് തുടങ്ങാനുള്ളത്. ലാസ്റ്റ് പാരഗ്രാഫിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. സോ ഈ ഇതും പിന്നെ ഈ താഴെ കുറച്ച് പോയിന്റ്സും ഇല്ലേ, ഇത് ഇത്രയും ഭാഗം ആരെങ്കിലും ഒരാളൊന്ന് വായിക്കും? യെസ്, Instruction involves the social situation of a classroom in which the teacher occupies the leader's positions. A role is thus wandered from the teacher which requires certain personality traits. It is well known that accomplishment is influenced by personality factors of a physically, socially, mentally, and emotionally healthy, productive individuals. The important professional traits of a mentally healthy teacher are the following: good knowledge of subject matter in which he has specialty, capacity and willingness to teach effectively and mastery of communication skills, ability and desire to improve professional skills and achieve capacity through the study of professional books and magazines, capacity to work together to share experiences with other staff members, capacity to assume an attitude of individual responsibility and cooperative functioning, acceptance and understanding of children, realistic attention of the social expectations and an understanding of his social role, respect for identity and one's profession. Okay. ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പൊട്ടൻ ഫോഴ്സ്, ആ ക്ലാസ് റൂം മാനേജ് ചെയ്യുന്ന ആള് അതൊരു ടീച്ചറാണ് അല്ലെ? സോ നമ്മുടെ കമ്മിങ് ടു അസ്, നമ്മളൊരു ടീച്ചർ ആകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചറായിട്ടുള്ളവരുണ്ടാവുമല്ലേ, അപ്പൊ ഇറ്റ്സ് ദെയർ ഡ്യൂട്ടി ടു മാനേജ് ദാറ്റ് ക്ലാസ്. ആ ഒരു ക്ലാസിന്റെ ലീഡർ എന്ന് പറയുന്നത് ആ ഒരു ടീച്ചർ തന്നെയാണ്. പലപ്പോഴും ആ ലീഡർ പൊസിഷനിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു ടീച്ചർ ആ ഒരു ലീഡർ പൊസിഷനിൽ നിന്ന് വേണം അത് ലീഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ആവുമ്പോൾ ആ ഒരു ടീച്ചറുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകൾ. ഒരാൾ ലീഡർ ആകുക എന്ന് പറയുമ്പോൾ, ഒരാളെ ലീഡർ ആക്കി കഴിയുമ്പോൾ നമ്മൾ പറയുന്നു അയാൾ കൊള്ളാം, അയാൾക്ക് അതിനൊക്കെയുള്ള കഴിവുകളുണ്ട്, സംസാരിക്കാനുള്ള കഴിവുകളുണ്ട്, ഒരു കാര്യം ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരിച്ച് അത് പരിഹരിക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ ആളുകളുടെ പേഴ്സണൽ ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകൾ നമ്മൾ എടുത്ത് പറയാറുണ്ട് അല്ലെ, അവരുടെ ഗുണങ്ങൾ, സവിശേഷതകൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെ ആയിരിക്കാം ഒരു ടീച്ചർ. ഒരു സർട്ടൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആവശ്യമാണ് നമുക്ക്. അപ്പൊ ഈ ഒരു പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആണ്, അത് ഫിസിക്കലി ആയാലും സോഷ്യലി. പാരന്റ്സ് വരുമ്പോൾ ടീച്ചറും പാരന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു പ്രത്യേക ക്വാളിറ്റി തന്നെ വേണം അല്ലെ. ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു, പാരന്റ്സിന്റെ അടുത്തും ദേഷ്യപ്പെടുന്നു, അങ്ങനെ ഒരു ടീച്ചറെ ആകുമ്പോൾ ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല. അപ്പൊ അങ്ങനെ സോഷ്യലി, മെന്റലി ആൻഡ് ഇമോഷണലി ഹെൽത്തി, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ തന്നെയായിരിക്കണം ആ ഒരു ടീച്ചർ. കുട്ടികളോട് സംസാരിക്കുമ്പോൾ, കുട്ടികളുടെ പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ, കുട്ടികൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ തന്നെയായിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ടീച്ചറുടെ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീച്ചറുടെ പ്രത്യേകതകൾ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ട്രേറ്റ്സ്, പ്രൊഫഷണലി ആ ജോബ് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ഒരു സവിശേഷതകൾ എന്ന് പറയുന്നത്, ആ ടീച്ചർ ഏത് സബ്ജക്റ്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് ആ സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. അവര് സ്പെഷ്യലൈസ് ചെയ്യുന്നത് സയൻസ് ആണ് എടുക്കുന്നത്, മാത്സ് ആണ് എടുക്കുന്നത്, ഏത് സബ്ജക്ട് ഹാൻഡിൽ ചെയ്താലും ആ സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ നല്ല എഫക്റ്റീവായിട്ട് പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി, കഴിവും ഉണ്ടാകണം, മനസ്സും ഉണ്ടാകണം. അത് നമ്മൾക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ലാതെ നമ്മൾക്ക് അതിനൊരു മനസ്സും കൂടെ ഉണ്ടാവണം, അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ ആ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടീച്ചർ പറയുന്ന ആ ഒരു രീതി, കമ്മ്യൂണിക്കേഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ പ്രൊഫഷണൽ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം ടീച്ചർ. അത് എപ്പോഴും ഇംപ്രൂവ് ചെയ്യണം. അതിന്റെ ഒരു
അതിന് താല്പര്യം ഉണ്ടാകണം, കഴിവും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഇപ്പൊ പലപ്പോഴും അവർക്ക് പല പ്രൊഫഷണൽ ബുക്സും മാഗസീൻസും എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ വർഷം ഇത്രയും പഠിപ്പിച്ചു, അത് തന്നെ നെക്സ്റ്റ് ഇയറിൽ നിന്നല്ല, നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ കൂടുതലായിട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ ഇവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒറ്റയ്ക്കായിരിക്കില്ല ഒരു സ്കൂളിൽ ഒരു ടീച്ചർ, വേറെയും സ്റ്റാഫ് മെമ്പേഴ്സ്, കൊളീഗ്സ് ഉണ്ടായിരിക്കും. അവരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ജോലി ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. കോപ്പറേഷൻ, സഹകരണ മനോഭാവം അല്ലെ. മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് മാത്രമല്ല, വർക്ക് ചെയ്യുന്ന ടീച്ചറിനും കൂടെയുള്ള സഹപ്രവർത്തകരുമായിട്ട് യോജിച്ചു പോകാനായിട്ട് പറ്റണം. നിങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം, നിങ്ങൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, ഐ ക്യാൻ സി ഓൺലി 44, ബാക്കി 3 പേര് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. വട്ടവർ ഇറ്റ് ബി, അവർ ടെക്നിക്കൽ സൈഡിൽ നിന്ന് രാഖിയും റിജോയും ഉണ്ട്, ഇവിടുന്ന് ഞാനും ഉണ്ട്. നമ്മളെല്ലാവരും ഇപ്പൊ 47 പേരുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ, അതേ ക്ലാസ്സിനെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്ട് ദ റിതം ഓഫ് അവർ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിന്റെ താളം തന്നെ തെറ്റിക്കും. ഓക്കെ, നമ്മുടെ ടൈം പോവും, വിലപ്പെട്ട സമയം പോവും, എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാനായിട്ട് വന്നത് അത് പോവും. ഈവൻ ഞാൻ മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രൂ നമുക്കുണ്ട്, ടെക്നിക്കൽ ടീമും എല്ലാം ഉണ്ട്. എല്ലാരും കഷ്ടപ്പെട്ടു. പിന്നെ റെക്കോർഡ് ക്ലാസ് കാണാൻ വരുന്നവര് അവരും വിഷമിച്ചു പോകും അല്ലെ. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമേ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ളത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ബട്ട് ഹെൽത്തി ഡിസ്കഷനിലേക്ക് മാറുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചർക്ക് ഇൻഡിവിജ്വലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള കപ്പാസിറ്റി, ആറ്റിറ്റ്യൂഡും വേണം. കുട്ടികളെ മനസ്സിലാക്കാനുള്ള കഴിവ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ കുട്ടിയെ ആ കുട്ടിയായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ. ഒരു കുട്ടി ഒന്നും എഴുതില്ല, അപ്പൊ ആ വേറൊരു കുട്ടി എല്ലാം നീറ്റായിട്ട് ചെയ്യുന്നു. ഡോണ്ട് കമ്പയർ ബോത്ത്. 2 കുട്ടികളെയും അവരെങ്ങനെയാണോ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സിലാക്കാൻ ടീച്ചർക്ക് പറ്റണം. എന്നാൽ മാത്രമാണ് ഇന്റർവെൻഷൻ നടത്തി വീക്കായിട്ട് ഏത് സൈഡിലാണോ ആ കുട്ടിക്ക് വീക്ക്നെസ് ഉള്ളത് അത് മനസ്സിലാക്കി അത് മാറ്റിയെടുക്കാൻ നോക്കേണ്ടത്. അവന് സ്ട്രെങ്ത് വല്ലതും ഉണ്ടോ, അവന്റെ പോസിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ, അത് കൂടുതലാക്കാനും നോക്കണം. ഒരു സൊസൈറ്റിയിൽ ആ ഒരു ടീച്ചർക്ക് ആ ടീച്ചറുടെ റോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് സൊസൈറ്റിക്ക് വേണ്ടുന്നതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ, സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നല്ല ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടാകുന്നത് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെയാണല്ലോ. അതിന് വളരെ ഇമ്പോർട്ടന്റ് റോള് ടീച്ചർക്കുണ്ട്. അങ്ങനെ പ്രൊഡക്റ്റീവായ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതലും എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ ടീച്ചറിന്റെ കഴിവും ടൈമും എല്ലാമാണ്, ക്വാളിറ്റീസും എല്ലാമാണ്. പിന്നെ ഒരാളുടെ ഏത് പ്രൊഫഷനിലുള്ള ആളുകളാണെങ്കിലും അവരുടെ ഐഡന്റിറ്റിയെയും അവരുടെ പ്രൊഫഷനെയും റെസ്പെക്ട് ചെയ്യാം. ഇത്രയാണ് കാര്യങ്ങൾ. ഇത് നമ്മളൊരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചർ, നമ്മളും മെന്റലി ഹെൽത്തി ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഒരു കുഞ്ഞിന്റെ അടുത്ത് പോകേണ്ടത്. എന്റെ മൂവിയിൽ കാണുന്നുണ്ടായിരുന്നു ഒരു കിൻഡർ ഗാർട്ടനിലെ ഒരു ടീച്ചറാണ് രേവതി, ആക്ട്രസിലെ. രേവതിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, വീട്ടിലെ പ്രശ്നങ്ങളും മകന്റെ പ്രോബ്ലംസ് ഒക്കെ ആലോചിച്ച് സ്ട്രെസ്സാണ്. രേവതി എപ്പോഴും ക്ലാസ് റൂമിൽ വേറൊരു മൈൻഡിലായിരിക്കും ഇരിക്കുന്നത്. കുട്ടികൾ അടുത്ത് വരുന്ന എന്താ കാണിക്കുന്നത് ഒന്നും കാണുന്നൊന്നുമില്ല. ഇങ്ങനെ കുട്ടികൾ എന്തോ പറഞ്ഞ് എന്തോ ടോയ് എന്തോ എടുത്ത് എന്തോ ശബ്ദം ഉണ്ടാവും എന്തോ ചെയ്തപ്പോഴേക്കും രേവതി ഭയങ്കരമായിട്ട് ആ കുട്ടികളോട് ഷൗട്ട് ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ആ ജോലി നഷ്ടപ്പെടുക. കൊച്ചു കുട്ടികളെ ഡീൽ ചെയ്യുന്ന ഒരു ടീച്ചർ ഒരിക്കലും അവരുടെ സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളുടെ മേലെ ഇടാൻ പാടില്ല. കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ വീട്ടില് പാരന്റ്സും ചെയ്യുന്ന ഒരു കാര്യമാണ്, കുട്ടികളുടെ അടുത്ത് എല്ലാം കൊണ്ടുപോയി അങ്ങ് പ്രയോഗിക്കും. അവർക്ക് എന്തൊക്കെ ടെൻഷനും ദേഷ്യം വേറെ ആരുടെയും ഉണ്ടോ അത് മുഴുവൻ തീർക്കുന്നത് ഈ വളരെ ഇന്നസെന്റ് ആയ കുഞ്ഞുങ്ങളുടെ അടുത്താണ്. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അത് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് വേണം നമ്മൾ ചെയ്യേണ്ട റോള് നമ്മൾ കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ് മൊമെന്റ്സ് വിത്ത് യു. ഇനിയുള്ള ദിവസവും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതുപോലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ നമ്മുടെ ഈ ഒരു ജേർണിയുടെ ഭാഗം തന്നെയാകണം. ഇൻഡിപെൻഡൻസ് ഡേ ആണെങ്കിൽ ഓണോ വാട്ട് എവർ ഇറ്റ് ബി, നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്. യു ക്യാൻ ഡു ദാറ്റ്, മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ ആൻഡ് എൻജോയ് യുവർ ഈച്ച് മൊമെന്റ്. താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു മാം. യെസ് മാം, സൈൻ ഔട്ട് ഉണ്ട്.
എൻ്റെ എല്ലാം ഇപ്പോൾ എടുക്കുന്ന സ്റ്റാഫ് മെമ്പേഴ്സിനും എൻ്റെ ടീച്ചേഴ്സിനും അതുപോലെ എൻ്റെ കൊളീഗ്സിനും എല്ലാവർക്കും അഡ്വാൻസ് ഇൻഡിപെൻഡൻസ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്. ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ഭാഗ്യ വിധാത. ഹലോ. ഗംഗാ ഇന്ത്യ ഹിമാചല യമുനാ ഗംഗാ तरंगा सब शुभ नामे जाहे सब शुभ आशीष माहे जाहे सब जय दादा नगर मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय 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 हे. Thank you. Thank you, ma'am. ക്യാമറ മാറ്റേണ്ട, വീഡിയോ ഓഫ് ചെയ്തിട്ട്. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Happy Independence Day, ma'am. Thank you. And my wishes, please always remember that peace and unity that is always needed.